അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ എൻ്റെ പേര് വന്ദന, എൻ്റെ ചാനലിൻ്റെ പേര് മോം സ്ക്രിപ്റ്റ് എന്നാണ്. അപ്പോൾ എൻ്റെ ചാനൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട കോണ്ടൻറ്റും ടോപ്പിക്സൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ ഇവൻ്റെ ഫീഡിങ്സ് നിർത്തിയതെന്നാണ്. നമ്മുടെ നാട്ടിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു അതായത് നമ്മുടെ ഫീഡിങ് നിർത്തുന്നതിൻ്റെ ഒരു പൊതുവേ കണ്ടുവരുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈവൻ എനിക്കായാലും കിട്ടിയിട്ടുള്ള അഡ്വൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞിൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കുക, ഒരു 2-3 ഡേയ്സ് കുഞ്ഞിൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പുരട്ടി അവരെ അതിൽ നിന്ന് ഇങ്ങനെ റിജക്റ്റ് ചെയ്ത് അവരത് റിജക്റ്റ് ചെയ്യുന്ന രീതിയിൽ മാറി നിൽക്കുക. അതായത് കുഞ്ഞിൻ്റെ മനസ്സിൽ ഒരു നെഗറ്റീവ് ഇമേജ് കൊടുത്ത് നമ്മൾ അതിൽ നിന്ന് കുഞ്ഞിനെ മാറ്റി നിർത്തുന്ന രീതിയാണ് പൊതുവേ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു കാര്യം. പക്ഷെ ഞാൻ ആദ്യം തന്നെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളത്. ബിക്കോസ് അത് ഇങ്ങനെ ഒരുപാട് വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അത് കുഞ്ഞിന് ഒരു വല്ലാത്ത ഷോക്ക് കൊടുക്കാൻ ചാൻസ് ഉണ്ടെന്ന്. കാര്യം ഇത്രയും ദിവസം അമ്മ ഫീഡ് ചെയ്തിരുന്ന ഒരു കാര്യം പെട്ടെന്ന് ഒരു ദിവസം അമ്മ മാറി നിൽക്കുമ്പോൾ ഉണ്ടാവുന്നൊരു മെൻ്റൽ ഷോക്കും അതുപോലെ തന്നെ ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുന്നെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല. പക്ഷേ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഞാനത് നിർത്തുക എന്നുള്ളത് ഞാൻ നേരത്തെ എടുത്തൊരു തീരുമാനമായിരുന്നു. പക്ഷെ ഞാൻ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഞാൻ ഫീഡിങ് നിർത്തുന്നതിന് മുന്നേ ആയിട്ട് ഈ കുട്ടീനെ പിടിച്ചിരുത്തിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, മോനെ അമ്മയ്ക്ക് പാല് തീർന്നു. ഞാൻ അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്. അമ്മയ്ക്ക് പാല് തീർന്നു, ഇനി ഈ കുട്ടി അവൻ മമ്മ എന്നാട്ടോ പറയുന്നത്. അപ്പം മോൻ ഇനി മമ്മ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുടിക്കാൻ വന്നു കഴിഞ്ഞാലും അമ്മയുടെ മമ്മ ഉണ്ടാവില്ല. സോ അമ്മയുടെ മമ്മ തീർന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യം, അത് ഭയങ്കര മെച്യൂർഡായിട്ട് അത് കേട്ടിരുന്നിട്ട് ആണോ അമ്മ തീർന്നോ. ഇപ്പോഴും ഇത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നൊരു കാര്യം കേട്ടോ. അപ്പം അവനിത് ഭയങ്കര കാര്യമായിട്ടിരുന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ആണോ അമ്മ അത് കഴിഞ്ഞോ എന്ന് ചോദിച്ചു. എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാര്യം എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള അങ്ങനെയല്ല, കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് വാശി പിടിക്കും. ഞാൻ അതൊക്കെ ഫേസ് ചെയ്യാൻ അന്നേരം തയ്യാറായിരുന്നു. ഇനി എന്താണെങ്കിലും അവൻ്റെ ആ ഒരു മെൽറ്റ് ഡൗൺസും ടാൻഡ്രം ഒക്കെ ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറെടുപ്പോടെയായിരുന്നു ഇത് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പക്ഷെ അവനത് ഭയങ്കര ഈസി ആയിട്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അവൻ എൻ്റെ അടുത്ത് അതിനെ റെസ്പോണ്ട് ചെയ്തത്. എൻ്റെ കുഞ്ഞ് അത് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ഭയങ്കര ഈസി ആയിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേ അല്ല, കുട്ടി അത് ഭയങ്കര ഈസി ആയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്ത് അവൻ ആ ഒരു പ്രോസസ്സിലേക്ക് ഓക്കെ ആയി വന്നു. പക്ഷേ ആ സമയത്ത്, അതായത് ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയ സമയത്ത് ഞാനും മോനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറേ അധികം എന്താ പറയുക, ഈ മൂഡ് സ്വിങ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാമോ, എനിക്കതിങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്നറിയില്ല. അങ്ങനെ ഒരു പ്രശ്നത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവന് ഒബ്വിയസ്ലി ആ ഒരു കണക്ഷൻ പോവുകയാണല്ലോ, ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ളൊരു ബോണ്ടാണ് ആക്ച്വലി എന്താ പറയുക, ഫിസിക്കൽ ബോണ്ടെന്ന് എനിക്കങ്ങനെ പറയണം എന്നറിയില്ല. ഭയങ്കര എപ്പോഴും നമ്മുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നതാണല്ലോ കുഞ്ഞ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ളൊരു ഡിറ്റാച്ച്മെൻ്റ് ആയിരുന്നു ഈ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുക എന്ന് പറയുന്നത്. എന്നെയും മോനെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്നൊരു ഡിറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അപ്പം അത് എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യുന്നൊരു ഒരു പീരീഡ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായ രീതിയിൽ ഫേസ് ചെയ്യേണ്ടി വന്നു. എനിക്കറിയില്ല അത് എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. മേ ബി എല്ലാ അമ്മമാരും ഈ ഒരു സ്റ്റേജിൽ കൂടി കടന്നു പോകും. പക്ഷെ അത് ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. ഭയങ്കരമായിട്ടുള്ള ദേഷ്യം, ആവശ്യമില്ലാണ്ട് നമ്മുടെ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലെയൊക്കെ തന്നെ
ഒരു 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 സ്റ്റേജ് തന്നെയായിരുന്നു എനിക്കത്. എനിക്ക് ഭയങ്കര ഞാനൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുമായിരുന്നു. എനിക്ക് ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഭയങ്കര വിഷമത്തോടെ എന്നുവെച്ചാൽ എനിക്ക് മോൻ എൻ്റെ അടുത്തുനിന്ന് അങ്ങ് മാറി നിൽക്കുന്ന പോലൊരു ഫീലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ കടന്നു പോയത്. അതുപോലെ തന്നെ യുവക്കുട്ടിയും ഭയങ്കര അവനും ഭയങ്കര എന്താ ടാൻട്രംസും മെൽഡൗൺസും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. ലൈക്ക് മോന് എൻ്റെ കൂടെ കിടന്നുറങ്ങാൻ, അതായത് ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ശരീരം ചേർന്ന് കിടന്നല്ലേ ഉറങ്ങുന്നത്. അപ്പോൾ അതൊന്നും കിട്ടാതെ വന്നപ്പോൾ അവൻ ഭയങ്കരമായിട്ട് വല്ലാണ്ട് ഡെസ്പാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അവൻ ഗ്രാജുവലി ഇതിൽ നിന്ന് മാറുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വയറിൽ കിടന്നായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ, ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ചിലപ്പം കുറേ അധികം ലേഡീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒത്തിരി മുതിർന്നവരുണ്ടാവാം, ഹസ്ബൻഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്നവരൊക്കെ ഉണ്ടാവാം. ഇതേ സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന കുറേ അമ്മമാരുണ്ടാവാം. ഇപ്പം ഈ ബ്രസ്റ്റ് ഫീഡിങ് ജേർണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയ ഒരു അവസ്ഥ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എന്താ മെൻ്റലി അവളെ വല്ലാത്ത രീതിയിൽ ആക്കുന്ന എന്താ പറയുക, ഒരു വൾണറബിൾ സ്റ്റേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് മറ്റുള്ളവരുടെ സപ്പോർട്ടാണ്. മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ നിന്നൊക്കെ തിരിച്ച് കയറി വരാൻ പറ്റും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതാണ് പറയാനുള്ളത്. ആ സമയത്ത് എനിക്കൊപ്പം ഉള്ളവർ എന്നെ മനസ്സിലാക്കി നിൽക്കാൻ ശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് അതിൽ നിന്നൊക്കെ ഒരു ധൈര്യത്തോടെ തിരിച്ച് വരാൻ പറ്റിയത്. വീഡിയോ കുറച്ച് അമ്മമാർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. ലൈക്ക് ഇപ്പോൾ ചില അമ്മമാർ ഇപ്പം ബ്രസ്റ്റ് ഫീഡിങ് നിർത്താനായിട്ട് ഇരിക്കുന്നവർക്ക് ഇതൊരു ഗുഡ് ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് കരുതുന്നു. നിങ്ങൾക്കും ഇതുപോലെ ഫിസിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ മെൻ്റലി ആയിട്ടോ ഒക്കെ ഉള്ള ചേഞ്ചസ് വരാൻ ചാൻസസ് ഉണ്ട്. എല്ലാ അമ്മമാർക്കും അത് ഒരു ഈസി ടാസ്ക് അല്ല കുഞ്ഞിനെ ഫീഡിങ് നിർത്തുക എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, കുഞ്ഞിൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുമ്പോൾ നമ്മൾ ഒരു അഡൽട്ടിനെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അവനെ അല്ലെങ്കിൽ അവളെ ഒരു ഇൻഡിവിജ്വലായിട്ട് കാണുക. എന്നിട്ട് അവരോട് നമ്മുടെ കൺസേൺ തുറന്ന് പറയുക, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കിച്ച് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ആക്ച്വലി നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന, അവരുടെ ഫീലിങ്സിനെയാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഫീലിങ്സിനും കൂടി വാല്യൂ കൊടുത്തുകൊണ്ടായിരിക്കണം ആ ഒരു പ്രോസസ്സ് എൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് ജേർണി ആൻഡ് മോൻ്റെ ഫീഡിങ് നിർത്തിയതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയാനാണെന്ന് ഭയങ്കര ഇപ്പം തന്നെ ഓൾറെഡി ഒരു ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ കൂടുതൽ ലോങ് വീഡിയോ ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനിതിവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് ലൈക്ക് എന്തെങ്കിലും ടോപ്പിക്സിനെ കുറിച്ചൊക്കെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യുക. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.